2026 നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാനായിട്ട്. അതുമല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ SIP എന്ന് പറയുന്നത് പലർക്കും പുതിയൊരു അറിവാണ്. SIP എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ ക്രിപ്റ്റോയിലും നമുക്ക് SIP ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ദിസ് ഈസ് മീ ആൻഡ് ഹിയർ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമുക്ക് ആദ്യം തന്നെ ഒരു ഏറ്റവും ബെസ്റ്റ് എക്സ്ചേഞ്ച് ആവശ്യമുണ്ട് നമ്മൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാനായിട്ട്. ആസ് ഓഫ് റൈറ്റ് നൗ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇന്ത്യയിൽ നമുക്ക് UPI വഴി ഏറ്റവും ബെസ്റ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും, ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനും, ഏറ്റവും ബെസ്റ്റായിട്ട് SIP ചെയ്യാനും പറ്റുന്ന ഒരു എക്സ്ചേഞ്ചാണ് നമ്മളുടെ CoinDCX എന്നുള്ളത്. സോ CoinDCXൽ നമുക്ക് എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. ബട്ട് നിങ്ങളത് ആപ്പ് വഴി ചെയ്യുക. വെബ് വഴി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫർ മാത്രമാണ് കാണിക്കുന്നത്. അതല്ലാതെ UPI ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ത്രൂ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ബെറ്റർ നിങ്ങൾ അതിൽ ചെയ്യുന്ന പോലെ തന്നെ നേരെ ഫോണിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ CoinDCX നിങ്ങൾ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ റെഫറൽ ലിങ്ക് ഉണ്ട്, ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് നമ്മളുടെ ഫ്രീ സെഷൻസ്, നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിലോട്ടുള്ള ആക്സസ്, ഇതെല്ലാം തന്നെ അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നോക്കാം എങ്ങനെ നമുക്ക് CoinDCXൽ ഫണ്ട് ആഡ് ചെയ്യാമെന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് ലെസ് ദാൻ 2 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ CoinDCXൻ്റെ ആപ്പ് നമ്മൾ നേരെ ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരെ അതിപ്പം ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ iOS ആയിക്കോട്ടെ, എന്ത് തന്നെ ആണെങ്കിലും നോ പ്രോബ്ലം. നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നേരെ ഫ്രണ്ടിൽ തന്നെ കാണും ആഡ് ഫണ്ട് എന്ന ഓപ്ഷൻ. അതുമല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നതുണ്ട്. നമ്മൾ അതൊന്നും നോക്കണമെന്നില്ല, നേരെ ആഡ് ഫണ്ടിൽ തന്നെ ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾക്ക് ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെയാണെങ്കിലും നിങ്ങൾ ആഡ് ഫണ്ട് എന്ന് നിങ്ങൾ കൊടുത്താൽ മതി. അതും വേണ്ട, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ പോർട്ട്ഫോളിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് INR എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ വന്നിട്ട് ഡെപ്പോസിറ്റ് INRൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് INR കൊടുത്തിട്ട് ഇവിടെ ഓൾമോസ്റ്റ് ഒരു 5000 റുപ്പീസ് നമുക്കിവിടെ ഇപ്പം ഒരു ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരെ കൊടുത്തു. സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡും നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണ്, പേ via ഇൻസ്റ്റൻറ്റ് UPI. ഇപ്പം നമ്മൾ വെബ് ത്രൂ ആണ്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ത്രൂ ആണ്, ലാപ്ടോപ്പ് ത്രൂ ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു ഓപ്ഷൻ കാണിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ UPI വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഒരു ഫോൺ ത്രൂ ആപ്പ് ചെയ്യുക. നേരെ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഇതിന് താഴെ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, ഫാസ്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ, IMPS ഉണ്ട്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു 5 ലാഖ് വരെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഫാസ്റ്റിലെ ബാങ്ക് ട്രാൻസ്ഫറിലേക്ക് പോകണം. UPI 1 ലക്ഷം രൂപയുടെ ലിമിറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എനിവേ നമ്മൾ UPI ഇവിടെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുകയാണ്. നേരെ നിങ്ങൾക്ക് GPayയോ ഫോൺപേയോ പേടിഎമ്മോ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഇനിയും ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ CoinDCX ആപ്പ് ഓപ്പൺ ചെയ്തപ്പം നമ്മൾ KYC ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾ ഇതുവരെ ഇല്ലെങ്കിൽ CoinDCXൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതിൽ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് ഐ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ CoinDCXൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ വേണം നിങ്ങൾ ഫണ്ട് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ഫോൺപേ ആണ്, 2ഉം 3ഉം ബാങ്ക് അക്കൗണ്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതിലെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ഒന്നുകൂടെ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും ഏത് ബാങ്ക് അക്കൗണ്ടാണ് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അത് കഴിഞ്ഞ് നേരെ ഫോൺപേയിലോട്ട് റീഡയറക്റ്റ് ആകുന്നു. ഫോൺപേയിൽ നിന്ന് നമ്മൾ ഈ ഒരു ബാങ്കിൽ നിന്ന് നേരെ നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ പേയ്മെൻ്റ് ആയിട്ട് നടത്തി. ഇപ്പം ഞാനിവിടെ ആ ഒരു UPI എല്ലാം പിന്നെല്ലാം അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പം ഓൾമോസ്റ്റ് ഇവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് താനും. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. 2100 ഉണ്ടായിരുന്നത് 7156 ആയിട്ടുണ്ട് താനും. നേരെ നമുക്കിതിന് ട്രേഡ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെറ്റ്സ് SIP ആയിട്ട് ചെയ്യാം. എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ
ഇവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെ കോയിൻ DCXൽ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യാം എന്നുള്ളത്. ഇനിയും ഞാൻ പറഞ്ഞ പോലെ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു ബാങ്ക് ട്രാൻസ്ഫർ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 5 ലക്ഷം വരെ നിങ്ങൾക്ക് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും വീഡിയോസ് കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളുടെ ജെന്യൂൻ കമൻറ്റ്സ് പ്ലീസ് ഷെയർ ചെയ്യുക. അത് നമുക്ക് വലിയൊരു ഇൻപുട്ട് ആയിരിക്കും. ആൻഡ് ഓൾസോ നമുക്കും അത് ഒരുപാട് സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.